Good afternoon, all. Good afternoon, ma'am. Good afternoon. Prayer signing. ഞാൻ പാടാം ma'am. Okay. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Honor of the day of judgment, we do we worship, we do we astray. Guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Thank you, Miss. Part of the day signing. Arulia. ഞാൻ പറയുന്നു. Okay. Good afternoon, ma'am and friends. Myself, Adria Kiran. I am thrilled to welcome you all to today live class, a classroom experience that I really enjoyed. I appreciate your guidance and support, teacher. Teachers help us in learning new things. It is a place where we make friends, share ideas, and learn new things together. Let's get started and make the most of our time today. Thank you, ma'am. Thank you. നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അല്ലേ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ. ഓക്കെ, എവിടെ വരെ ആയി എന്നറിയോ? ഡീവിയേഷൻ കഴിഞ്ഞു, ക്ലാസസ് ഓഫ് ഡീവിയേഷൻ എടുത്തു ഇല്ലേ? ടൈപ്സ് ഓഫ് ഡീവിയേഷൻ വരെ പറഞ്ഞു നിർത്തി, അങ്ങനെയാണോ? ഓക്കെ, ഈ ടൈപ്സിൽ വരുന്ന ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം അല്ലെ? അതെ മാം. ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഡ്രീം ലൈക്ക് സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. നൂല് പൊട്ടിയ പട്ടം പോലെ ആയിരിക്കും മനസ്സ് എന്നൊക്കെ പറയും. ഈ ഒരു സ്റ്റേജിനെ കുറിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. നൂല് പൊട്ടിയ പട്ടം പോലെയാണ് നമ്മുടെ മനസ്സ്. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്ത് പോവാണ്, ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ജസ്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ കുട്ടികളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് അല്ലെ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഉണ്ട് മാം. വേറെ എവിടെയെങ്കിലും പോയവരുണ്ടോ? വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് അതിലേക്ക് പോയ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യില്ല, അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇവിടെ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഇവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡീവിയേറ്റ് ആയി പോകും അല്ലെ? നോർമലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ തന്നെയാണ് ഇത് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. നമ്മളായാലും നമ്മൾ ഒരുപാട് നേരം ഒരു ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോ മേ ബി നമ്മളൊക്കെ ചെറുപ്പത്തിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ക്ലാസ് മിസ് സോഷ്യലിന് അങ്ങനെ ക്ലാസ്സിലൊക്കെ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ പറയണേ, ഞാൻ ചിന്തിച്ച് കാട് കയറി മിസ് നോക്കുമ്പോ എന്താണ് ഞാൻ ശ്രദ്ധിച്ചിരിക്കായിരിക്കും. ക്വസ്റ്റ്യൻ എങ്ങാനും ചോദിച്ച കയ്യിൽ നിന്ന് പോയി മിസ് പഠിപ്പിച്ച കാര്യം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പോവുകയായിരുന്നു. കാരണം എന്താണ്, നമ്മൾ ആ ക്ലാസ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്നത് കുറവായിരിക്കും. നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് ഇങ്ങനെ ചിന്തിച്ച് ഒരു ഫാന്റസി വേൾഡിലായിരിക്കും നമ്മള്. അങ്ങനെ സംഭവിച്ചിട്ടില്ലേ?
മിസ്സേ നല്ല ടീച്ചേഴ്സ് ആവുമ്പോ ശ്രദ്ധിച്ചിരിക്കും. ക്ലാസ് പോരാന്നുണ്ടെങ്കിൽ ചിന്തിക്ക പോവും. ആണോ? എന്റെ ക്ലാസ്സിൽ എങ്ങനെയാ? ചിന്തിച്ചിരിക്കാണോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളും വലുതായി ശ്രദ്ധിച്ച് അതിനായിട്ട് ഇരിക്കും. കുട്ടികളാവുമ്പോ ഓക്കെ, കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യം പറയുന്നത് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. നൂല് പൊട്ടിയ പട്ടം പോലെ മനസ്സിങ്ങനെ മാറി പറന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് പോകും. നമ്മള് പെട്ടെന്ന് ഡീവിയേറ്റഡ് ആവുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് സൈക്ലിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. Fugue comes from Italian word for run away, the flight of mind. മനസ്സിന്റെ ഫ്ലൈറ്റ് ഓഫ് മൈൻഡ്. ഞാൻ ആ പറയുന്നത് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോഴാണ് ആ വേർഡ് വരുന്നത്. നൂല് പൊട്ടിയ പട്ടം പോലെയാണ് മനസ്സ്. When the child might see inherent in the child will take refuge in the fantasy world. കുട്ടികള് അവരുടെ ലൈഫില് അവരെന്തെങ്കിലും തടസ്സങ്ങൾ ഫേസ് ചെയ്യാണ്. ഇപ്പൊ നമ്മള് കുട്ടിയെ ചോദിക്കാണ് പാരന്റ്സിന്റെ അടുത്ത് പുറത്തു പോയി കളിച്ചോട്ടെ. പാരന്റ്സ് എന്ത് പറഞ്ഞു? വേണ്ട, നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവര് ചിലപ്പോ അനുസരിച്ച് അവിടെ ഇരിക്കുകയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവര് ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ച് ഒരു ഫാന്റസി വേൾഡിലേക്ക് അവരുടെ മനസ്സങ്ങോട്ട് പോകണം. കാരണം അവർക്ക് എന്ത് കിട്ടുന്നില്ല? അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. റിയൽ വേൾഡിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഓവറായിട്ടുള്ള ഇന്റർവെൻഷൻ കാരണം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വേൾഡിലേക്ക് അവർ മൂവ് ആവുന്നത്. അവർ ആ റിയൽ വേൾഡിൽ നിന്ന് കൂടുതൽ ടൈമും ഏത് വേൾഡില്? ഫാന്റസി വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഇത് മനസ്സാണ്, ഒരു വ്യക്തിയുടെ മനസ്സാണ് നമ്മൾ പറയുന്നത്. കുട്ടികളുടെ മനസ്സാണ്. അവർക്ക് ചിലപ്പോൾ ലവും അറ്റൻഷനും കെയർ ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് അവര് ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവര് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും അവരോട് നല്ല രീതിയിൽ സ്നേഹത്തോടെയും നല്ല കെയറോട് കൂടിയും പെരുമാറുന്നതൊക്കെ ആയിട്ട് അവർ ഇമാജിൻ ചെയ്യാണ്. അവരുടെ മനസ്സിൽ അങ്ങനെ അവര് ഇമാജിൻ ചെയ്ത് അവർ ആ ഒരു വേൾഡിൽ തന്നെ സ്റ്റേ ചെയ്യാണ് ഏത് സൈക്ലിക് ഫ്യൂഗിന്റെ കേസിൽ വരുന്നത്. A world that he find more preferable than the real world. അവർ ഈ റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫറബിൾ ആകുന്നത് എപ്പോഴാണ്? ഫാന്റസി വേൾഡിലാണ്. അപ്പം നമ്മുടെ കുട്ടികളും ഇതേപോലെ ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ടൈം പ്ലേ ഒക്കെ ചെയ്യാറുണ്ട്, കളിക്കാറൊക്കെ ഉണ്ട് അല്ലെ? ചില അവരുടേതായ ഒരു ലോകം അല്ലെങ്കിൽ അവരുടേതായ ഒരു വേൾഡ് അവർ തന്നെ ഓൺ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കളിക്കാറുണ്ട്. എന്നുവെച്ചാല് ചിലപ്പോ നമ്മുടെ പാവക്കുട്ടികളൊക്കെ നിരത്തി വെച്ചിട്ട് ടീച്ചറൊക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ കളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കളിക്കാറില്ലേ കുട്ടികള്? അത് ഓക്കെയാണ്. അത് സാധാരണ കുട്ടികളുടെ ഫാന്റസിയിൽ വരുന്നതാണ്. അത് ഓക്കെയാണ്, വേറെ ഡീവിയേഷൻ ഒന്നല്ല. പക്ഷെ ഇത് എപ്പോഴാണ് ഡീവിയേഷൻ ആകുന്നത്? എപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഡീവിയേഷൻ ആയിട്ട് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടിക്ക് ഫാന്റസി വേൾഡും റിയൽ വേൾഡും തമ്മിൽ ഡിഫറൻസ് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ആ ഡിഫറൻസ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റത്തില്ല? കുട്ടിക്ക് പറ്റുന്നില്ല. നമുക്ക് ആ ഒരു ഫാന്റസി വേൾഡ് ആണ്, ഞാൻ എന്റെ മനസ്സിനെ ക്രിയേറ്റ് ചെയ്തൊരു വേൾഡിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആ റിയൽ വേൾഡ് ആണ് ക്യാരക്ടർ. അത് ആണ് ഒരു ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയാം. ഇപ്പൊ ഒരു കുട്ടി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് എന്റെ പരിചയത്തിൽ തന്നെ പറയാലോ. ഒരു കുട്ടി ആ കുട്ടി എന്നോട് സംസാരിച്ച സമയത്ത് അവൻ പറയും ഇവിടെ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം അവന് കുഞ്ഞുട്ടന്റെ ഒപ്പം കളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതേപോലെ തന്നെ എന്ത് പറഞ്ഞാലും അവൻ കുഞ്ഞുട്ടൻ എന്നൊക്കെ പറയും, എപ്പോഴും പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്റെ ബ്രദറാണ്, അനിയൻകുട്ടിയാണ് ഈ കുഞ്ഞുട്ടൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു ആരാണ് കുഞ്ഞുട്ടൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് അവന്റെ പാവക്കുട്ടിയാണ് മിസ്സേ, അതിനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. ഏത് സമയവും ആ പാവക്കുട്ടിയുടെ കളിക്കലാണ് അവന്റെ പ്രശ്നം. അവൻ കൂടുതൽ ടൈം ആ പാവക്കുട്ടി ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യ കൂടെ ഇല്ല. അവൻ ആ പാവക്കുട്ടിയും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ നടക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി അതെന്താണ്? ഡീവിയേഷൻ ആണ്. അവൻ ആ റിയാലിറ്റി ആ ഫാന്റസി നമ്മൾ അവന് മനസ്സിലാകുന്നില്ല. കുട്ടിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഡിഫറൻസ് പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു ടൈപ്പിലേക്ക് പോയിട്ടുണ്ട്. അതെന്താണ്? ഫ്യൂഗ് തന്നെയാണ്. കാരണം അവൻ ആ റിയാലിറ്റിയും ആ ഫാന്റസിയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോ കുട്ടിയുടെ ഫാദർ പുറത്താണ്, അമ്മയാണ് കൂടെ ഉള്ളത്. പിന്നെന്താണ് കൂടുതൽ ടൈമും വേറെ ആരുമില്ല. ഈ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഒത്തിരി ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ അമ്മ കൂടുതലും വർക്കും കാര്യങ്ങളും വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്.
ഇവനോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. അതേപോലെ തന്നെ സിബ്ലിങ്സ് ആരും ഇല്ല, അനിയനോ അനിയത്തിയോ ആരും ഇല്ല. അപ്പൊ അവന് കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, പാവക്കുട്ടിയോടൊപ്പം കളിച്ചോ, ഇതാണ് കുഞ്ഞുട്ടൻ, നമുക്ക് തന്നെ പേരിട്ട് കൊടുത്തതാണ്, കുഞ്ഞുട്ടനാണ് പാവക്കുട്ടിയുടെ പേര് എന്നൊക്കെ പറഞ്ഞ് ആദ്യം അങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്താണ്, പിന്നീട് അവർക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാണ്ടായി. ആ കുട്ടിക്ക് ആ ഒരു ഡിഫറൻസ്, അവൻ എപ്പോഴും അതെന്താണ് വിചാരിക്കുന്നത്, അത് അവന്റെ അവന്റെ എന്താ പറയാ, അവന്റെ ഫ്രണ്ടാണ്. കുഞ്ഞുട്ടൻ എന്ന് പറയുന്നത് അവന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതില്ലാതെ അവന് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അത് അവര് പതുക്കെ പതുക്കെ റിമൂവ് ചെയ്ത് കെയറും കാര്യങ്ങളും കൊടുത്ത്, പിന്നെ നല്ല രീതിയിൽ ആ ടൈം അമ്മ മകന്റെ കൂടെ ടൈം ഉണ്ടല്ലോ, ഈ പ്ലേ ടൈം, അങ്ങനെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ അമ്മ എന്ത് ചെയ്തു, കുട്ടികളോട് കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു, ക്ലാസ്സിലത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും. അപ്പൊ ഇപ്പൊ ആൾ ഓക്കെയാണ് വെച്ചാല് ആ ഒരു ഫാന്റസി ആൻഡ് റിയാലിറ്റി ആ ഡീവിയേഷൻ പൂർണ്ണമായിട്ട് അവനിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഡീവിയേഷൻ ആണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഫാന്റസി ഏതാണ് റിയാലിറ്റി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ് ഇത് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ അവർക്ക് റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം, റിയൽ വേൾഡിൽ നിന്ന് അവർക്ക് എസ്കേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഈ ഫാന്റസി വേൾഡിലേക്കാണ് അവർ എസ്കേപ്പ് ചെയ്യുന്നത്. അവരോട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ അവർ പറയും, നോനോ എനിക്ക് കുഞ്ഞുട്ടൻ്റെ ഒപ്പം കളിക്കാൻ പോകണം എന്ന് പറയും. ഞാൻ ആലോചിക്കും, ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു കുഞ്ഞുട്ടെന്ന് പറഞ്ഞാൽ അനിയനായിരിക്കും, അനിയന്റെ ഒപ്പം കളിക്കും ആണെന്ന് വിചാരിക്കും. ഹോംവർക്ക് ചെയ്യാതെ വരുമ്പോൾ ചോദിക്കുമ്പോൾ കുഞ്ഞുട്ടിന്റെ ഒപ്പം കളിക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ അവൻ ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്യും, ഫാന്റസിനെ റിയാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. റിയൽ ആയിട്ട് അവന്റെ ലൈഫിൽ നടക്കുന്ന റിയൽ ആണെന്നുള്ളത് ആ ഒരു എന്താ പറയാ, ഒരു ഒരു എന്താ ടോയ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, റിയൽ ആണെന്ന് വിചാരിച്ചു. സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന അവസ്ഥ. നമ്മള് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മള് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കുട്ടികളോട് പറയാം, ഇന്ന കാര്യങ്ങൾ കുറച്ച് കൂടുതൽ ഹോംവർക്കും കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ വീട്ടിൽ പോയിട്ടായാലും ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് ഈ ഡീവിയേഷന് അല്ലെങ്കിൽ ആ ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകാനായിട്ട് അവർക്ക് പെട്ടെന്ന് പറ്റില്ല. അവർക്ക് ആ ഒരു ഫ്രീ ടൈമിലാണ് ഈ ഫാന്റസി വേൾഡും ഇമാജിനേഷനും കാര്യങ്ങളിലേക്കും പോകുന്നത്. അങ്ങനെ അവർക്ക് പറ്റാതെയാവും. അവരപ്പോ കൂടുതൽ ടൈമും റിയൽ വേൾഡിൽ തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കാണ്. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഹോംവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ ടൈം ഉണ്ടാവില്ല, ഒരു ഫാന്റസി വേൾഡിലേക്ക് പോകാനുള്ള ടൈം കുറവായിരിക്കും. അത് നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ മാറ്റാൻ പറ്റില്ല. നമ്മൾ പാരന്റ്സിനെയും കൂടി നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡീവിയേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. പാരന്റ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടുന്നില്ല, അവർക്ക് ടൈമും അറ്റൻഷനും കാര്യങ്ങളും ഒന്നും കിട്ടാതെ വരാണ്. കുട്ടികൾക്ക് പാരന്റ്സിന് ടൈമും അറ്റൻഷനും കിട്ടാതെ വരുമ്പോഴാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ പാരന്റ്സ് എന്ത് ചെയ്യാം, കുട്ടികളോടൊപ്പം കൂടുതൽ ടൈം, പ്ലേ ടൈം, ഒരു കുറച്ചു നേരമെങ്കിലും കുട്ടിയുടെ ഒപ്പം പ്ലേ ടൈം സ്പെൻഡ് ചെയ്യാം, കുട്ടിയോടൊപ്പം കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഡീവിയേഷൻസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ കുട്ടീനെ ഹാൻഡിൽ ചെയ്യുക, അവരോട് സ്നേഹവും കെയറും ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുക തന്നെ വേണം. അതേപോലെ പ്ലേ ടൈമും കാര്യങ്ങളും ഒരുമിച്ച് ടൈം സ്പെൻഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡീവിയേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം നോക്കിയത് സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. എന്താണ്, നൂല് കുത്തിയ പട്ടം പോലെ മനസ്സിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ആ ഒരു റിയൽ വേൾഡിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഇൻഫർജൻസോ ഫീൽ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ഫാന്റസി വേൾഡിലേക്ക് അവർ എസ്കേപ്പ് ആകും. എന്നിട്ട് ആ ഫാന്റസി വേൾഡിൽ അവർക്ക് എല്ലാ അസിസ്റ്റൻസും കെയറും കാര്യങ്ങളും കിട്ടുന്നത് പോലെ അവരെന്ത് ചെയ്യും, ഇമാജിൻ ചെയ്യും. ഈ ഇത് ഡീവിയേഷൻ ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കുട്ടിക്ക് റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടിക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ആ ഒരു ഡീവിയേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത്. അതേപോലെ അവര് നമ്മളെന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഫാന്റസി വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. എന്നുവെച്ചാൽ അവർക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ട് അവര് ഫാന്റസി വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് കൂടുതലായിട്ട് വർക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യിച്ച് ടയേർഡ് പറയില്ലേ, നമ്മൾ റിപ്പീറ്റ്ലി നമ്മളെ വർക്ക് കൊടുക്കാം, വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള റിപ്പീറ്റ്ലി വർക്കുകളും കാര്യങ്ങളും കൊടുക്കാം. അപ്പൊ ആ ഒരു ഡീവിയേഷൻ കുട്ടിയിൽ നിന്ന് നമുക്ക് പതിയെ പതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മള്
ഇങ്ങനൊരു ഡീവിയേറ്റഡ് ചൈൽഡ് ആണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വിചാരിക്കുക. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം, നമ്മുടെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് റിപ്പീറ്റ്ലി അവനത് വർക്ക് ചെയ്യുമ്പോൾ അവൻ ആ കോൺസെൻട്രേഷൻ നമ്മൾ നോർമൽ ചൈൽഡ് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് അവന്റെ ലൈഫ് അവന് ഡെവലപ്പ് ആവും. കോൺസെൻട്രേഷൻ, പേഷ്യൻസ്, ഹാർമണി, അതേപോലെ തന്നെ ഡിസിപ്ലിൻ, ഒബീഡിയൻസ് കാര്യങ്ങളൊക്കെ അവന് ഡെവലപ്പ് ആവും. അതുവഴി നമുക്ക് ആ കുട്ടീനെ നമുക്ക് എന്താക്കി മാറ്റാം, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. എന്താണ് സയന്റിഫിക് ഫ്യൂഗ് എന്ന് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, വേഗം വായിച്ചു നോക്കുക. ക്ലിയർ ആയോ? ഇനി സൈക്കിക് ബാരിയർ ആണ്. സൈക്കിക് ബാരിയർ എന്ന് പറഞ്ഞാല് അവരൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവനും അത് റിയൽ വേൾഡ് ആയിട്ടൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാല് ഇത് സൈക്കിക് ബാരിയറും സൈക്കിക് ഫ്യൂഗും ഏകദേശം അടുത്തടുത്തുള്ളൊരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. സൈക്കിക് ബാരിയർ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാല് കുട്ടിക്ക് അവൻ പ്രതീക്ഷിക്കുന്ന കെയറും അറ്റൻഷനും ഒന്നും കിട്ടുന്നില്ല. അവനെ ട്രീറ്റ് ചെയ്യുന്നത് അവന് അത്ര ഇഷ്ടമല്ല, അവനെ ഒരു കുട്ടിയായിട്ട് ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോ ഇതൊരു അവരുടെ മനസ്സിലൊരു തടസ്സം ക്രിയേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാല് ആ ഒരു ബാരിയർ പോലെ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യാണ്. അതും ഇതും സെയിം തന്നെ ഫാന്റസി വേൾഡിലേക്കാണ്. അവന് റിയൽ വേൾഡ് റിജക്ട് ചെയ്ത് അവന് കൂടുതൽ ടൈമും ഏത് വേൾഡിൽ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടം ഫാന്റസി വേൾഡിൽ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവന് ഇഷ്ടം. ഈ ടൈപ്പ് ഓഫ് ഡീവിയേഷൻ നമ്മൾ നേരത്തെ കണ്ടെത്തി അതെടുത്ത് ചെയ്യാം, കണ്ടെത്തി അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കുട്ടിയെ നമുക്ക് ആ ഒരു ഡീവിയേഷനിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ് ചിലപ്പോൾ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് ആ കുട്ടി പോകും. എന്നുവെച്ചാല് അവൻ നമുക്ക് പെട്ടെന്ന് ഈ ടൈപ്പ് നമ്മൾ ഓരോ കുട്ടിയുടെയും ഡീവിയേഷൻസ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു സൈക്കിക് ബാരിയർ എന്ന് പറയുന്ന ഡീവിയേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് കുറച്ച് പാടാണ്. അതെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ഈ സൈക്കിക് ബാരിയർ വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാല് സ്നേഹവും അഫെക്ഷനും അറ്റൻഷനും ഒന്നും കിട്ടാത്ത വളർന്നു വരുന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ തോന്നിയൊരു കാര്യമാണ്, കേരളത്തിൽ ഇന്ന് നമ്മളുടെ പാരന്റ്സ് എല്ലാവരും ഏകദേശം ഭൂരിഭാഗം പാരന്റ്സും വർക്കിംഗ് ആണ്, വർക്കിംഗ് പാരന്റ്സ് ആണ്. അല്ലെങ്കിൽ പുറത്തായിരിക്കും അല്ലെ, മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്യായിരിക്കും. ഗ്രാൻഡ് ചൈൽഡിനെ അല്ലെങ്കിൽ മക്കൾ ആരുടെ അടുത്തായിരിക്കും, അവരുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തായിരിക്കും അല്ലെ. ചില വീടുകളിൽ ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ പാരന്റ്സിന്റെ അടുത്ത് ഏൽപ്പിച്ച് അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ കുട്ടികളുടെ ഭാവിക്കും കൂടി വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ എന്ത് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോ കുട്ടി പ്രതീക്ഷിക്കുന്ന അവന്റെ ആ ഒരു ഏജിൽ അവൻ പ്രതീക്ഷിക്കുന്ന കെയറും അറ്റൻഷനും ഒന്നും കിട്ടുന്നില്ല. അവൻ കാണുന്നുണ്ട് മറ്റു പാരന്റ്സ് അവരെ എങ്ങനെയാണ് കുട്ടികളെ സ്നേഹിക്കുന്നത്, അവരെ പിക്ക് ചെയ്യുന്നത്, സ്കൂളിൽ കൊണ്ടുവന്ന് വിടുന്നതും
അത് വിളിച്ചുകൊണ്ട് പോകുന്നത്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടിയും കാണുന്നുണ്ട്. പക്ഷെ അവനെ വിളിച്ചുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ, ഗ്രാൻഡ് പാരന്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോ ഈ കുട്ടികള് എന്താണ്, അവന് കൂടുതൽ സമയവും ഈ ഒരു ഫാന്റസി വേൾഡിൽ തന്നെ ജീവിക്കാനായിരിക്കും ഇഷ്ടം. അവൻ ആ റിയൽ വേൾഡിൽ നിന്ന് ഒരുപാട് അകന്ന് ഒരു എന്താ പറയാ ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. ഒറ്റപ്പെട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് അവൻ മാറാണ് ചെയ്യുന്നത്. നോക്കാട്ടോ. This is when a child erects a barrier between him and the world. അപ്പോ ഈ ഒരു കേസിൽ കുട്ടി എന്ത് ചെയ്യും, ഒരു ബാരിയർ, അവനും അവന്റെ വേൾഡും തമ്മിലൊരു ബാരിയർ, ഒരു തടസ്സം അവൻ തന്നെ അവന്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. The child feels so disappointed in the way he has been treated. കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവൻ അത്ര ഇഷ്ടമായിരിക്കില്ല. ചില അവനെ നമ്മൾ കുട്ടിയായിട്ട് കാണുന്നു, അവനോട് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, അവന് ഇഷ്ടം പ്രകടിപ്പിക്കാൻ ആരുമില്ല, സ്നേഹം കാണിക്കാൻ ആരുമില്ല. The child goes from the fantasy world to the rejection of the real world. അപ്പോ ഇവര് ഈ റിയൽ വേൾഡ് റിജക്ട് ചെയ്ത് അവര് കൂടുതൽ ടൈം ഏത് വേൾഡിലേക്ക് പോകുന്നു, ഫാന്റസി വേൾഡിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. The place obstacles against his environment. അവന് ഈ ഒരു നമ്മളുടെ റിയൽ എൻവയോൺമെന്റ്, റിയൽ വേൾഡ് ഇഷ്ടപ്പെടാതെ അവന്റെ ആ ഒരു ഫാന്റസി വേൾഡ് അത് റിയൽ ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവനത് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടാണ്. ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്സ് അറ്റ് ദ റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ നമുക്ക് ആ ഹെൽപ്പ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഹിസ് പേഴ്സണാലിറ്റി മേ ബി റിട്രെയിൻഡ്. അപ്പൊ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി എന്താണ്, റിട്രെയിൻഡ് ആയി മാറും, നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് ആ കുട്ടി മാറും. പെട്ടെന്നായിരിക്കും ഡീവിയേഷൻസും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 3-4-5 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. നമ്മളുടെ ഒരു എന്താ പറയാ മൂത്ത മകൻ അവന്റെ അനിയനെയും ഉമ്മേനെയും അതേപോലെ എന്തോ റിലേറ്റീവിനെയും എന്ത് ചെയ്തു, കൊല ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നില്ലേ. ഉമ്മയ്ക്കൊന്നും റിക്കവർ ആയി വന്നു, അനിയൻ ഉപദ്രവിച്ചു, അനിയൻ മരണം സംഭവിച്ചു. നിങ്ങൾ കേട്ടോ അത് ആ ന്യൂസ്? പക്ഷെ ആ കുട്ടിക്ക് എന്താ പ്രശ്നം, ആ കുട്ടി നമ്മൾ ചോദിക്കുന്നവരൊക്കെ പറയുന്നത് നല്ല സ്നേഹമുള്ള കുട്ടിയാണ്, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അവന് ആ ഒരു എന്താ പറയാ ഒരു ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. ആ എന്താ പറയാ നമ്മുടെ മനസ്സിന്റെയൊക്കെ ഡീവിയേഷൻസ് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പീക്ക് സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ആ ഡീവിയേഷൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ മനസ്സിന്റെ ഡീവിയേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പീക്ക് സിറ്റുവേഷനിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ റൈറ്റ് ടൈമിൽ നമുക്കത് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ എന്താ പറയുക നമുക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവന്റെ ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, എന്നുവെച്ചാല് അവർക്ക് ആ നമ്മുടെ റിയൽ വേൾഡിൽ അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഇഷ്ടപ്പെടാതെ വരുമ്പോ, അവനെ കിട്ടേണ്ട കെയറും സ്നേഹവും ഒക്കെ കിട്ടാതെ വരുമ്പോഴാണ് അവൻ ഈ ഒരു എന്തിലേക്ക് പോകുന്ന ഡീവിയേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, കറക്റ്റ് ടൈമിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും നമ്മൾ അത് എന്ത് ചെയ്യണം, സോൾവ് ഔട്ട് ചെയ്യുകയും വേണം. ഒന്ന് നോക്കി നമുക്ക് നോക്കാം കേട്ടോ മാം. ഞാൻ ഇതിലെ ഇപ്പൊ ഈ ഒരു പോയിന്റ് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ആലോചിച്ചപ്പോ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളില് 10 കുട്ടികളുടെ അടുത്താണെങ്കിൽ അതിൽ 4 പേരും സ്പീച്ച് തെറാപ്പി ചെയ്യണവരാണ്. അപ്പൊ അവരുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ ആരുമില്ല, പാരന്റ്സ് വർക്കിംഗ് ആണ്, എബ്രോഡ് ആണ്, അവർക്ക് ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം അവര് സ്ക്രീൻ ടൈം ആണ് അവർക്ക് കൂടുതല്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് സംസാരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് 3-4 വയസ്സായിട്ടും അമ്മ എന്ന് പോലും പറയാത്ത കുട്ടികളുണ്ട് ഇവിടെ. അപ്പോ എല്ലാവരും ഇവിടെ വന്നപ്പോൾ ആക്ച്വലി ഞാൻ അറിയണം ഇത്രയധികം കുട്ടികൾ എഫക്റ്റഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ വന്നപ്പോഴും അറിയുന്നത്. പിന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ അവർ ഒറ്റയ്ക്കാണ്, അവരുടേതായ ഒരു ലോകത്ത്. അപ്പൊ ഇവിടെ ഒരുമിച്ച് കൂട്ടത്തിലിരിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അപ്പൊ നമ്മൾ ഇവരെ ഒരുമിച്ചിരുത്തിയാൽ ഇവര് ഓടി എവിടെയാണോ അവർക്ക് പ്രൈവസി ഉള്ളത് അവിടേക്ക് പോകും. പിന്നെ ഇവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എന്താ വേണ്ടത്, വിശക്കുന്നുണ്ടോ, വെള്ളം കുടിക്കാൻ വേണോ, അതൊന്നും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലും പറയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് എന്താ വേണ്ടത് നമുക്ക് മനസ്സിലാവാത്തപ്പോ അവര് വയലന്റ് ആവുക. അപ്പൊ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റാണ്ടാവുമ്പോ അവര് തന്നെ സ്വയം ചുമരുമയൊക്കെ തലയടിക്കുകയാണ്.
അപ്പോ ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് കാണുമ്പോൾ സങ്കടം വരും. കാരണം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ സ്വയം എന്താ പറയാ തല ചുമരുമടിക്കുക, അല്ലെങ്കിൽ കൈയിട്ട് താഴെ അടിക്കുക, കാലിട്ടടിക്കുക, തലയൊക്കെ മുഴച്ചിട്ടൊക്കെ കുട്ടി വീട്ടിൽ പോലും അങ്ങനത്തെ അവസ്ഥയായിട്ട് ഭയങ്കര തലയൊക്കെ വല്ലാതെ മുഴച്ചിട്ടൊക്കെ വരുന്ന കുട്ടികളുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോഴാ മനസ്സിലാവണം ഇത്രയും അധികം കുട്ടികൾ ഈ ഒരു കാലഘട്ടത്തില് എഫക്റ്റഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് ആക്ച്വലി ശരിക്കും റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. അവരിപ്പോ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ? തെറാപ്പി ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ വേറൊരു കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട് ഇവിടെ. അപ്പോ അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് മാത്രമാണെന്ന് വിചാരിച്ചിരുന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോ ADHD ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത കുട്ടികളും ഉണ്ട്. അപ്പോ ഇപ്പോഴും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി സാധാ കുട്ടികളും ഉണ്ട്. പക്ഷെ ഒട്ടും സംസാരിക്കില്ല ചില കുട്ടികൾ, ഒട്ടും എക്സ്പ്രസീവ് അല്ല, ഒന്നും പറയാൻ പറ്റില്ല അവർക്ക് എന്താ വേണ്ടതെന്ന് ഒന്നും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ആയിട്ടില്ല. 4 വയസ്സ് 5 വയസ്സായിട്ടും അമ്മ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഈ പാപ്പ മാമ വേർഡ്സ് ഒന്നും വന്നിട്ടില്ല എന്ന് പറയുമ്പോ തന്നെ മനസ്സിലാക്കാലോ അവരുടെ എത്രത്തോളം ട്രോമയിലൂടെയാണ് അവർ കടന്നത്. നമ്മൾ വിചാരിക്കും നമ്മള് ഇങ്ങനെ ബാരിയേഴ്സും കാര്യങ്ങളും ഉണ്ടോ, ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടോന്ന്. പക്ഷെ നമ്മൾ ആ റിയൽ സിറ്റുവേഷനിലേക്ക് വരുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സൈക്കിക് ബാരിയർ ആണ് നമ്മൾ പറയുന്നത്. This is when the child erects a barrier between him and the world. അവനും അവന്റെ വേൾഡും തമ്മിൽ ബാരിയർ, റിയൽ വേൾഡ് ആയിട്ടൊരു ബാരിയറും തടസ്സം അവൻ സ്വയമേ ക്രിയേറ്റ് ചെയ്യാണ്. The child feels so disappointed in the way he has been treated. അവനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവനോട് ഇഷ്ടമല്ല, പക്ഷെ അത് അവനോട് പ്രകടിപ്പിക്കുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നു, എസ്കേപ്സ് ടു ഫാന്റസി വേൾഡ്. അവൻ ആ സമയത്ത് അവന്റെ ഫാന്റസിയിലേക്ക് എസ്കേപ്പ് ചെയ്യാണ്. The child goes from a fantasy world to rejection of the real world. അവൻ ആ റിയൽ വേൾഡ് റിജക്ട് ചെയ്തിട്ട് അവന്റെ ഫാന്റസി വേൾഡിലേക്കാണ് അവൻ മൂവ് ഓൺ ആവുന്നത്. The place obstacles against him this environment. അവൻ അവന്റെ ചുറ്റുപാടും അവൻ തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് ഈ ഒരു ഫാന്റസി വേൾഡിലേക്ക് അവൻ എന്ത് ചെയ്യുന്നത്, മൂവ് ഓൺ ആവുന്നത്. If he does not get help at right time, അവൻ കറക്റ്റ് ടൈം നമ്മൾ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാവും, ട്രെയിൻഡ് ആവും. എന്ന് വെച്ചാൽ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്കായിരിക്കും കുട്ടി പോകുന്നത്. ഇനി അടുത്തൊരു ഡീവിയേഷൻ ആണ് അറ്റാച്ച്മെന്റ്. അത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് മെയിൻ ആയിട്ടുള്ള എന്താ പറയാ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരാണ്, അല്ലെ? നമ്മൾ ഒരു കാര്യം നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഡിപ്പെൻഡ് ആയി എന്നുവെച്ചാൽ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന പാരന്റ്സ് ആണ് ഭൂരിഭാഗം പാരന്റ്സും. കാരണം കുട്ടിനെ കൊണ്ട് ഒരു കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യില്ല, ചെയ്യിക്കില്ല. ചില പാരന്റ്സ് ആണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിലെ മിക്ക കുട്ടികളും ഇത്രയും മോണ്ടിസോറിയിൽ നമ്മൾ ഇത്രയും പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് സ്വയമേ ചെയ്യിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആക്ടിവിറ്റീസ്. നമ്മുടെ ക്ലാസ് കേട്ട് അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയതിനു ശേഷം കുട്ടികളെ കൊണ്ട് അവരുടേതായ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക്, വീട്ടിലെ ടാസ്ക് ഒന്നല്ല, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് സ്വയമേ ചെയ്യിക്കാറുണ്ടോ? ഓക്കെ, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവരുടെ ഏജിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ടാസ്കുകളാണെങ്കിൽ പോലും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ ശ്രമിക്കണം. എന്നുവെച്ചാൽ പക്ഷെ എന്നാലും ചില പാരന്റ്സ് എല്ലാ കാര്യവും ഡിപ്പെൻഡന്റ് ആക്കി, എന്നുവെച്ചാൽ അവരെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് അങ്ങനെ ഫുൾ ഡിപ്പെൻഡന്റ് ആക്കിയിട്ട് വളർത്തുന്ന പാരന്റ്സും ഇന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പാരന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പാരന്റ്സ് ചെയ്തു കൊടുക്കും. കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, പാരന്റ്സ് ചെയ്തു കൊടുക്കും. അങ്ങനെ വരുമ്പോ അതെന്തിന് കാരണമാകുന്നു, ഡീവിയേഷന് കാരണമാകുന്നു. പിന്നീടായാലും അവന് ഈ ഒരു അറ്റൻഷന് വേണ്ടി കോൾ ചെയ്യും. കാരണം എന്താ വെച്ചാൽ അവന് ഒരു കാര്യം സ്വയമേ ചെയ്യാനായിട്ട് പറ്റില്ല, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഈ കുട്ടികളിൽ കാണും. സെൽഫ് കോൺഫിഡൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. ഒറ്റയ്ക്ക് ഒരു കാര്യം ഒന്നും ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് പറ്റില്ല. സാധാരണ നമ്മള് പാരന്റ്സ് നമ്മുടെ ഇഷ്ടത്തിന് പുറത്ത് അല്ലെങ്കിൽ സ്നേഹത്തിന് കൊണ്ട് ചെയ്യുന്നതാണ്. എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ അത് കുട്ടീനെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. കുട്ടീന്റെ പേഴ്സണാലിറ്റീനെ അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. അതേപോലെ തന്നെ കുട്ടി കണ്ടു വളരുന്നത് ഏത് പേഴ്സണാലിറ്റിയാണ്, പാരന്റ്സിന്റെ പേഴ്സണാലിറ്റിയാണ്. നമ്മൾ എന്താണോ കുട്ടിയുടെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് അതേ പേഴ്സണാലിറ്റി ആയിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്.
സോ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലാവണം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി നല്ല അനുസരണയുള്ള കുട്ടിയാവണം, മറ്റുള്ളവരോട് നല്ല സ്നേഹത്തോടെ കെയറിംഗ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതാര് ശീലിക്കണം? പാരന്റ്സ്. നമ്മൾ ഓരോരുത്തരും അത് ഫോളോ ചെയ്താൽ നമ്മുടെ കുട്ടികൾ അതേപോലെ തന്നെയായിരിക്കും. അല്ലാതെ നമ്മൾ പറയുന്നത് കുട്ടി ആര് പറഞ്ഞാലും തത്വത്തില പറയുന്നത്, അല്ലെങ്കിൽ അവൻ മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല, ഇതെല്ലാം അവരവരുടെ എൻവയോൺമെന്റിൽ നിന്നും കണ്ടുപഠിക്കുന്നതാണ്. അവരെന്താണോ അവരുടെ ചുറ്റുപാടും കാണുന്നത് അത് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്? കോപ്പി ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമ്മൾ എന്താണോ കുട്ടിയാവണം എന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ നമ്മളാകാൻ ശ്രമിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടി നമ്മളെ ഫോളോ ചെയ്തോളും. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അറ്റാച്ച്മെന്റ് എന്നുള്ളത്. ഇഫ് ഡസ് നോട്ട് റെഫേഴ്സ് ടു natural love and affection between the child and parent, but refers to a situation where the parent, normally the mother, makes the child become dependent on them. ഇതിൽ പറയുന്നത് സ്നേഹം, ഇഷ്ടം അത് പാരന്റ്സും കുട്ടികളും തമ്മിൽ വേണ്ട എന്നൊന്നല്ല കേട്ടോ. അത് വേണം. നമ്മൾ പാരന്റ്സും കുട്ടികളും തമ്മിൽ നല്ല കെയറും അറ്റൻഷനും ലവും അഫെക്ഷനും കാര്യങ്ങളൊക്കെ വേണം. ഇതെന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ മദർ, അമ്മമാരാണ് കുട്ടീനെ ഡിപ്പെൻഡന്റ് ആക്കി വളർത്തില്ല. എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും. ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കൊടുക്കുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ട്. ചില പാരന്റ്സ് ഉണ്ട് ഇത്ര വലുതായിട്ട് പോലും നമ്മളുടെ ഹസ്ബൻഡ്മാരൊന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അവർക്ക് എല്ലാ കാര്യങ്ങളും അമ്മമാരായിരിക്കും ചെയ്തു കൊടുക്കും. പെൺകുട്ടികൾ ഒരു ഏജ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ ഇൻഡിപെൻഡന്റ് ആക്കി വളർത്തും അല്ലെ, ഈ മറ്റൊരു വീട്ടിൽ പോവേണ്ടതാണ്. പെൺകുട്ടികളുടെ ആ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും കാണാറില്ല. ഇനി മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ ചെറിയ ചെറിയ ടാസ്കുകൾ മുതൽ ചെയ്യിച്ച് വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യിക്കാനായിട്ട് എന്ത് ചെയ്യും? പാരന്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷെ ആൺകുട്ടികളിൽ അവർക്ക് ആദ്യം മുതലേ A to Z കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കും? അമ്മമാര് ചെയ്തു കൊടുക്കും. ഈ അമ്മ ഫുൾ കാര്യങ്ങളും എന്ത് ചെയ്തു കൊടുക്കും. അവർക്കപ്പോ ഒരു എന്താ പറയാ ഷൂ പോളിഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു കുടിക്കാനായിട്ട് ഒറ്റയ്ക്ക് പറ്റാത്ത രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പാരന്റ്സ് വളർത്തുന്നത്. പിന്നെ അവര് വിവാഹം ചെയ്തു കൊടുത്താലും ഇതേ പ്രോബ്ലംസ് ആയിട്ട് ഡിവോഴ്സ് ആവുന്ന ഒരുപാട് കേസുകളുണ്ട് ഇല്ലേ? നമ്മൾ കേൾക്കാണെങ്കിൽ പറയും ഫുഡ് എടുത്തു കൊടുത്തില്ല, അതൊരു വലിയ കുറ്റായിട്ട് പറയുന്ന ഫാമിലീസ് ഡിവോഴ്സിന് വേണ്ടി പറയുന്നതാ. എന്താണ്? വൈഫ് ഫുഡ് എടുത്തു കൊടുത്തില്ല, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിന്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുത്തില്ല. നമ്മൾ കേൾക്കുമ്പോൾ ഇത് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അത് അവർക്ക് ഈ ചെറുപ്പം മുതലേ അവർ ഡീവിയേറ്റഡ് ആണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവർ ശീലിപ്പിച്ചു. അമ്മ അറ്റാച്ച്മെന്റ്, ഓവർ അറ്റാച്ച്മെന്റ് കാരണം അവർക്ക് ക്യാരക്ടർ എന്തായിപ്പോയി? ഡീവിയേറ്റഡ് ആയിപ്പോയി. അതിലാണ് അവർ ഇപ്പോഴും ആ ഒരു അഡൽട്ടിന്റെ പേഴ്സണാലിറ്റി. അതേപോലെ കല്യാണം കഴിച്ചു വന്ന വൈഫിനെ അമ്മയുടെ ഒപ്പം നിന്നിട്ട് എന്ത് പറയുന്നു? കുറ്റവും കാര്യങ്ങളൊക്കെ പറയുന്നു. അമ്മനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരുപാട് ഓവറായിട്ട്. എന്ന് വെച്ചാൽ അമ്മനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. മാതാപിതാക്കൾ പാരന്റ്സിനെ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. വെച്ചാൽ അവരുടെ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ടൈം അല്ലേ? ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി. അവരുടെ ഫാമിലി, അവരുടെ കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഫാമിലി പാരന്റ്സ് ഉണ്ട്. അതേപോലെ നമ്മൾ പുതുതായിട്ട് ഇത് മെയിൻ ആയിട്ട് വരുന്നത്, ഞാൻ ഇപ്പൊ ഈ എക്സാമ്പിൾ പറയാൻ കാരണം മാരേജ് ഒക്കെ കഴിയുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ പറ്റുന്നത് ആൺകുട്ടികളുടെ കേസിൽ കേട്ടോ. പെൺകുട്ടികളിലെ കോമൺ ആയിട്ട് രണ്ടുപേരും ഉണ്ടെങ്കിലും കൂടുതൽ ഈ ഡീവിയേഷൻ കാണുന്നത് ആൺകുട്ടികളിലാണ്. ഒറ്റ മോനായിട്ട് ജനിക്കുന്നത്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവൂലേ, അങ്ങനെ അവരിലാണ് ആൺകുട്ടികളിലാണ് മെയിൻ ആയിട്ട് ഈ അമ്മമാർ കൂടുതലായിട്ട് ഈ ഒരു ഡീവിയേഷൻ കാണുന്നത്. ഓവറായിട്ട് അവരെ ഡിപ്പെൻഡ് ആക്കി വളർത്തും. പിന്നീടുള്ള പ്രശ്നം കല്യാണം കഴിച്ച് വരുന്ന സ്ത്രീകളായിരിക്കും അത് ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞുള്ളൂ, അത് ചെറുപ്പം മുതലേ അവർ ആ ഒരു രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ഡീവിയേഷൻ വരുന്നത്. ഒന്നുള്ളെങ്കിലും ഒലക്കിയും കൊണ്ട് അടിച്ചു വളർത്തണമെന്നോ അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങനല്ലേ? അതേപോലെയാണ് വളർത്തേണ്ടത്. പക്ഷെ ഞാൻ എന്താ പറയാ, എന്റെ കുട്ടീനെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ മൂത്ത ആളെക്കാളും കൂടുതൽ ഇളയാള് ആൺകുട്ടിയാ. അവൻ കുറച്ചും കൂടി എന്താ പറയാ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അവൻ നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ്, വീട്ടില് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ പാത്രം പ്ലേറ്റ് ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് അവൻ അടുത്ത് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുതരും. ആദ്യം ഞാൻ വിചാരിച്ച് തമാശയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ താങ്ക് യു പറയും. താങ്ക് യു എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാവും. അപ്പൊ ക്ലാപ്പ് ചെയ്തിട്ട് പോവാം. പിന്നീട് ഞാൻ റിപ്പീറ്റ്ലി കാണാൻ തുടങ്ങി. ഞാൻ പാത്രം കഴുകാൻ നിൽക്കുകയാണെങ്കിൽ
എവിടെയെങ്കിലും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി അവൻ എന്റെ എടുത്തുകൊണ്ട് വന്ന് അത് കൊണ്ടുതരും. ചെറിയ കുട്ടിയാണേ. അപ്പൊ അത്രയും ടൈം എടുത്ത് അവൻ അത് ചെയ്യുന്നു. അപ്പൊ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ടാസ്ക് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ താങ്ക് യു എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അത് ചെയ്യുന്നത്. അപ്പോ നമ്മൾ അവരെ കൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യുക ചെയ്യിക്കുകയാണെങ്കിൽ അവര് ഈ ഒരു ഡീവിയേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരും. ഓക്കെ. ഇനി മോണ്ടിസോറി ടീച്ചേഴ്സ്. മാമിന്റെ മോന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ മോളത് ഒരു കാര്യം പറയാം. ആക്ച്വലി മൂത്തോളത് അവള് ഒന്നും പണിയെടുക്കൂല, നേരായിട്ട് അവള് ഭയങ്കര പാമ്പേർഡ് ആയിട്ട് വളർത്തി എന്ന് പറയാം. ആദ്യത്തെ കുഞ്ഞി പറഞ്ഞിട്ട് ഇവനവള് ഡ്രസ് വരെ അറിയൂല, ഷർട്ടിന് ബട്ടൺ വരെ ഇടാൻ അറിയൂല. ബട്ട് ഇപ്പൊ ഏകദേശമായിട്ട് ഒന്നൊന്നായിട്ട് പടക്കാക്കിയോണ്ട് ഇപ്പൊ ഓക്കെ. ഹോംവർക്ക് ഇപ്പൊ പറഞ്ഞ അവർക്കിപ്പൊ എന്ത് ടൈം ടേബിൾ എന്നായി. പണ്ട് ടൈം ടേബിൾ ഉണ്ടായിട്ടാ സ്കൂളിലെ ബുക്സ്ക്ക്. അപ്പൊ എന്താക്കും, എല്ലാം ഒന്നിച്ചിട്ട് വാരി കൂട്ടിട്ട് കൊണ്ടുപോകും. ഇപ്പൊ അവർക്ക് ടൈം ടേബിൾ ആദ്യം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ടൈം ടേബിൾ വെക്കണം മോളെ. എന്തായാലും കേൾക്കുന്നുണ്ടായിട്ട, നീ എന്നെ ചെയ്യും മമ്മി, നീ എന്നെ ഇല്ലെങ്കിൽ ഡാഡോട് പറയാൻ. ഇപ്പൊ നോക്കിയാൽ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോ ഫുള്ള് ടൈമായി, അവള് വാൻ വരുന്ന ടൈമായി. കുഞ്ഞോ ഇത് ബുക്സ് ചെയ്തു റെഡി ആയിട്ടില്ലല്ലോ കുഞ്ഞ, എന്താക്കുന്നത്? ഇല്ല മമ്മി, ഞാൻ നൈറ്റ് ഇരുന്നിട്ട് ഫുള്ള് ഞാൻ തന്നെ കണ്ടിട്ട് സെറ്റ് ആക്കിട്ട് വെച്ചു, ഞങ്ങക്ക് പോവാന്ന് പറയുന്നുണ്ട്. അപ്പൊ കുറച്ചായി എല്ലാരും പറയാൻ തുടങ്ങി, പെണ്ണുമോളല്ലേ, 7 വയസ്സായില്ലേ, എന്ത് എന്നും ഇങ്ങനെ നോക്കുന്നത്, കുറച്ച് പണിക്ക്. ഞാൻ പറയല്, അപ്പൊ നിങ്ങ ആ സമയത്തിൽ നിമ്മ പണിയെടുത്തിട്ടുണ്ടാന്ന് ഞാൻ ചോദിക്കലുണ്ട് കുറെ ആളോട്. മീൻസ് ഞമ്മ ആ സമയത്തിൽ എടുക്കൂല. 7 years ജസ്റ്റ് ഇപ്പൊ തന്നെ പഠിപ്പിക്കും, ഓരോ മാച്ച് ചൂടി പിടിക്കാൻ പഠിപ്പിക്ക്. ഇപ്പൊ ആ ഏജും അല്ല, ഞമ്മ നോക്കുമ്പോ അത് ഏജ് അല്ലാന്ന് പറയാം. ബട്ട് നോക്കിയാൽ ഫ്യൂച്ചർക്ക് നമുക്ക് അത് വേണ്ടി വരുന്നെന്ന് തോന്നും മാം. ഓരോരോ ഞമ്മ പഠിപ്പിക്കുന്നത് തന്നെ അത് ബെറ്റർ എന്ന് വിചാരിക്കും. അപ്പൊ ഇന്ന് ഒരു പറയുമ്പോ ഒരു പ്രൗഡ് മൂമെന്റ് മാതിരി തന്നെ. മമ്മി ഞാനെല്ലാം സെറ്റ് ആക്കിട്ട് വെച്ചിട്ടുണ്ട്, വാ ഞമ്മക്ക് പോവാ പറയുമ്പോ ഒരു ഹാപ്പി. മീൻസ് ഒരു പണിയും എടുക്കാത്ത ആള് ഇന്ന് ഒരു പണി എടുത്തോന്ന് വിചാരിക്കുമ്പോ ഒരു എന്തോ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അവര് ഇനി അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യിച്ചാൽ മതി. വെച്ചാല് അവർ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നത്, ഉത്സാഹപ്പെടുത്തരുത്. ചെയ്യണ്ട, ഞാൻ ചെയ്തു തരാം എന്ന് പറയണ്ട. അവരെ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ അവർ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. ചെറിയ ചെറിയ ടാസ്കുകൾ, അവരുടെ ഡ്രസ്സ് പ്രോപ്പർ ആയിട്ട് ഇടാനും, അതേപോലെ ഷൂസ്, ബെൽറ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെ സ്വയം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിപ്പിക്കുക. അവരുടേതായ കാര്യങ്ങൾ മാത്രം. ചിലപ്പോ നമ്മള് ടിഫിൻ ബോക്സ്, ക്ലാസ്സിൽ കൊണ്ടുപോയി ടിഫിൻ ബോക്സും അതേപോലെ തന്നെ ലഞ്ച് ബോക്സ് ആയിരിക്കും. അത് രണ്ടും എവിടെ നമ്മള് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാനായിട്ട് അത് അവർ ശീലിപ്പിക്കും. വാട്ടർ ബോട്ടിൽ കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ ചെറിയ കുട്ടികളല്ലേ, കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കട്ടെ. കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ അത് അവർ വാഷ് ചെയ്ത് വെക്കട്ടെ. അത് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ശീലിപ്പിച്ചാവുമ്പോ അത് അവരവരെ ഫോളോ ചെയ്ത് വന്നോളും. അപ്പൊ നമ്മൾ പാരന്റ്സ് ആണ് അത് എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഓരോ ഏജിലും അവർക്ക് വരുന്ന മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് അവർ ആ ഒരു പാത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ. ഇത് ഓവർ അറ്റാച്ച്മെന്റ് ആവും. അറ്റാച്ച്മെന്റ് ആയി കഴിഞ്ഞാല് പിന്നീട് ആയാലും ആ പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞ പോലെ മാരേജ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ഓവർ അറ്റാച്ച്മെന്റും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഇപ്പൊ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇപ്പൊ ചില ഫാമിലീസിൽ പെൺകുട്ടികളെ കൊണ്ടും ജോലികളൊന്നും ചെയ്യിക്കില്ല. അപ്പൊ നമ്മൾ ഈ കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോ അവരുടെ എന്താ പറയാ പാരന്റ്സ്, ഇപ്പൊ ഹസ്ബൻഡിന്റെ പാരന്റ്സും കാര്യങ്ങളും നമ്മളോട് വിളിച്ച് കംപ്ലൈന്റ് പറയും. ചില പെൺകുട്ടിയുടെ അമ്മനോടും അച്ഛനോടും, നിങ്ങൾ എന്താ കുട്ടീനെ ഒരു ജോലിയും ചെയ്യില്ല, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഒരു കമ്പാരിസൺ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അവരുടേതായ ചെറിയ ചെറിയ ടാസ്കുകളും കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതിലൂടെ അവർക്ക് ഈ ഒരു പ്രശ്നം, ഓവർ അറ്റാച്ച്മെന്റിന്റെ പ്രശ്നവും ഡിപ്പെൻഡന്റ് ആവുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവരെ വളർത്താനും പറ്റും. അപ്പൊ ഇൻഡിപെൻഡന്റ് ആക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. ഇനി നമ്മളുടെ ക്ലാസ് റൂമില്, നമ്മുടെ ക്ലാസ്സിൽ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡന്റ് ആണെന്ന് മനസ്സിലായി. എല്ലാ കാര്യവും കുട്ടി അമ്മയാണ് ചെയ്തു കൊടുക്കുന്നത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ആദ്യം നമ്മളോട് അറ്റൻഷൻ വാങ്ങിക്കും, അറ്റൻഷൻ സീക്ക് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വേണ്ട, എനിക്ക് വാരി തരണം എന്നൊക്കെ അവർ ഡിമാൻഡ് ചെയ്യും. അവർക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് ഡേ ചിലപ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് പിന്നീടും അവരെന്ത് ചെയ്യും,
ഇതേ ഒരു ഡിമാൻഡ് അവർ പിന്നീട് വെക്കും. അപ്പൊ നമ്മൾ ആദ്യം മുതലേ അവരോട് അവർ സ്വയം വെച്ച് കഴിക്കട്ടെ എന്നുവെച്ചാൽ വിശക്കുണ്ടെങ്കിൽ കഴിക്കും. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും നമ്മൾ ഭക്ഷണം കുട്ടിക്ക് വാരി കൊടുക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു, ഒരു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പറയും അവൻ വെച്ചു കൊടുക്കുക. ഇളയ മോനോട് പറയും, മോനെ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ പറയുന്ന ഡയലോഗാണ്, അവന് ഭക്ഷണം വെച്ചു കൊടുക്കുക, അവൻ കഴിക്കട്ടെ, അവന് ആവശ്യമുള്ളത് അത് കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവന് ആവശ്യമുള്ളത് അവൻ കഴിക്കട്ടെ. അപ്പൊ ആദ്യം ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ പിന്നീട് ഞാൻ വെച്ചു കൊടുത്തു തുടങ്ങി, അവന് തന്നെ വെച്ചു കൊടുക്കും. അപ്പൊ ആദ്യം ചിലപ്പോ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. പിന്നീട് അവർ സ്വയമേ അത് ചെയ്യാൻ തുടങ്ങും, അവർ ഫുള്ളായിട്ടൊക്കെ കഴിക്കാൻ തുടങ്ങും. നമുക്ക് ആ ഒരു പ്രശ്നം പെട്ടെന്ന് നമുക്കത് മാറ്റാൻ പറ്റും. നമ്മളത് വാരി കൊടുത്താലേ അവർ കഴിക്കുള്ളൂ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. സ്വയമേ അത് പ്രാക്ടീസ് ചെയ്ത് അത് അവർ ഫോളോ ചെയ്തോളും. അപ്പൊ നമ്മള് മോണ്ടിസോറി ടീച്ചറൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതേപോലെ അറ്റൻഷൻ കുട്ടികളെ വാങ്ങിക്കും. ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർ പറയും നമുക്കത് എടുത്തു തരണം എന്നാലേ കഴിക്കുള്ളൂ. ആദ്യത്തെ ദിവസമൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് ആദ്യത്തെ ദിവസം ചിലപ്പോൾ ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ഫുഡ് കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഒന്ന് മോനൊന്ന് കഴിച്ചു നോക്കി, സ്പൂൺ കൊടുത്തിട്ട് പറയാം മോനൊന്ന് കഴിച്ചു നോക്കി, കഴിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ അവരോട് ചോദിച്ച് അവരെ കൊണ്ട് അവരുടെ പ്രാക്ടിക്കൽ ലൈഫ് വരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും ശീലിപ്പിക്കാം. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ മോണ്ടിസോറിയിൽ വരുന്ന ഒരു ഏരിയ ആണ് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യിക്കുക, കുട്ടികളെ കൊണ്ട് തന്നെ ഫോളോ ചെയ്യിക്കാം. ജസ്റ്റ് ചില കുട്ടികൾക്ക് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായ കുട്ടിക്ക് പോലും എന്ത് പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടാനായിട്ട് അറിയാത്ത കുട്ടികളുണ്ട് ഇല്ലേ? ഞാൻ കണ്ടിട്ടുള്ളതാണ്. പ്രോപ്പർ ആയിട്ട് അവര് ബട്ടൺസ് പ്രോപ്പർ ആയിട്ടില്ല. നമ്മൾ എന്തോ അവർക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഈ ഒരു ഓവർ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി നമ്മുടെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാം. അപ്പൊ ഫ്രെയിംസ്, ബട്ടൺ ഫ്രെയിം, സിഡ് ഫ്രെയിം, ഹുക്ക്, ഷൂലേസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതിലൂടെ അവർക്ക് ഒറ്റയ്ക്ക് ഈ ആക്ടിവിറ്റീസ് അവർ റിയൽ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ ചെയ്യും കറക്റ്റ് ആയിട്ട് ഇത് ഓരോന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ അവർ നമ്മളോട് പറയും നോനോ മമ്മ ഞാൻ ചെയ്തോളാം, ഞാൻ ആ ബട്ടൺസ് ഇട്ടോളാം, അല്ലെങ്കിൽ ഷൂലേസ് ഇടുന്ന സമയത്ത് ഇട്ടുതരാന്ന് പറയുമ്പോ വേണ്ട എനിക്കറിയാം, കാരണം ഞാൻ ഈ ക്ലാസ്സിൽ നമ്പർ ഓഫ് ടൈംസ് അവർ ഫ്രെയിം ചെയ്തിട്ടുണ്ട്, അവർക്കത് പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഈ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. These children are very because they cannot resist the strong influence of adult. ഈ കുട്ടികൾ ഭയങ്കര അനുസരണയുള്ള കുട്ടികളായിരിക്കും. കാരണം അവർക്ക് മുതിർന്നവരുടെ ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് അവരുടെ ക്യാരക്ടറിൽ തന്നെ നമുക്ക് ആ ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ പാരന്റ് ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അതേപോലെ ആയിരിക്കും അവൻ പ്രതികരിക്കുന്നത്. The mother will now not allowed to independent and overshadow these children. ആരാണ് മെയിൻ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആക്കാത്തത്? അമ്മമാരാണ് കുട്ടീനെ ഇൻഡിപെൻഡന്റ് ആക്കുന്നില്ല, ഫുൾ ഓവർഷാഡോ ചെയ്യും. എപ്പോഴും കുട്ടി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്യും. അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒബ്സർവേഷനും ഇൻഡിപെൻഡന്റ് ആക്കാണ്ട് വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് മാരേജ് ഒക്കെ കഴിയുമ്പോഴാണ് ഈ ഒരു എക്സ്ട്രീം കേസിലേക്കൊക്കെ വരാറ്. The parents substitute their personality for the child's പേഴ്സണാലിറ്റി. നമുക്ക് ചിലപ്പോ ഇങ്ങനെ ഓവർ ഡിപെൻഡന്റ് ആയിട്ടുള്ള കുട്ടികളുടെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല അവർ പ്രകടിപ്പിക്കുന്നത്, അവരുടെ പാരന്റിന്റെ പേഴ്സണാലിറ്റി അവരെന്ത് ചെയ്യും, കുട്ടിയിലേക്ക് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ്, ഭയങ്കര ഓവർ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പാരന്റിന്റെ പേഴ്സണാലിറ്റിയിൽ ഓവർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആരുടെ പേഴ്സണാലിറ്റി കാണാം, കുട്ടിയുടെ പേഴ്സണാലിറ്റി കാണാൻ പറ്റും. The child call for attention. ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ, ചെറിയ കാര്യം പോലും, ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അവർക്ക് ആരെങ്കിലും ഒക്കെ എന്ത് വേണം, ഡിപ്പെൻഡ് ആവണം, ആ വെള്ളം കൊടുക്കാനായിട്ട് ഒരാൾ വേണം എന്നുള്ളൊരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കുട്ടികൾ കടന്നു പോകുന്നത്. Teachers should grant the freedom for these kinds of children. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം അലോ ചെയ്യണം. നല്ല ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യണം, അലോ ചെയ്യണം. ടീച്ചർ ഷുഡ് നോട്ട് സെർവ് ദ ചൈൽഡ്. നമ്മളെപ്പോഴും അവരുടെ പാരന്റ്സ് ചെയ്തതുപോലെ സെർവ് ചെയ്യരുത്, അവരെ ട്രീറ്റ് ചെയ്യരുത്, സെർവ് ചെയ്യേണ്ട കാര്യമില്ല. Give the child all the freedom they required. അവർക്ക് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അവർ ആക്ടിവിറ്റീസോ സ്വയമേ ചെയ്യേണ്ട മിസ്റ്റേക്ക് ചിലപ്പോൾ ആദ്യം പറ്റും. ആദ്യം ബട്ടൺ ഫ്രെയിം ചെയ്തപ്പോൾ അവർക്ക് ഇടാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മളൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നു, വീണ്ടും അവനത് ചെയ്ത് നോക്കുന്നു, അവനത് പഠിക്കുന്നു, പിന്നെ സ്വയം അവൻ ഡ്രസ് സ്വയം ചെയ്യാനായിട്ട് പറ്റുന്നു. ഫ്രെയിം ആണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് അവന് പഠിക്കുകയാണ്. ഇനിഷ്യലി പ്രൊവൈഡ്
മോർ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റി ഫോർ ദീസ് ചിൽഡ്രൻസ്. ഇങ്ങനെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടികളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. മെയിൻ ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാം. അതിലൂടെ ഒരു പ്രാക്ടിക്കൽ ലൈഫും ആക്ടിവിറ്റീസും കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ ഒരു ടൈം കഴിയുമ്പോൾ ഈ ഡീവിയേഷൻ എന്തായി മാറും, ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കോ സൈക്കിക് ബാരിയർ ആൻഡ് അറ്റാച്ച്മെന്റ്. മറ്റുള്ളവരെല്ലാം ചെയ്തോ? ക്ലിയർ ആണോ സൈക്കിക് ബാരിയർ അറ്റാച്ച്മെന്റ്? നെക്സ്റ്റ് വരുന്ന ഡീവിയേഷൻ ആണ് പൊസസീവ്നെസ്. പൊസസീവ്നെസ് കേട്ടോ. ഈ കുട്ടികൾ ഭയങ്കര വാശിക്കാരായിരുന്നു. എന്തെങ്കിലും കാര്യം വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്തത് നേടിയെടുക്കുക. അങ്ങനെയുള്ള കുട്ടികളാണ് ഈ പൊസസീവ് ചൈൽഡ്. പക്ഷെ അത് നേടിയെടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിനോട് മൈൻഡ് ഉണ്ടാവില്ല. ഇപ്പൊ ചില കുട്ടികള് ചില കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ ടോയ്സും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വാശി പിടിച്ച് അത് നേടിയെടുക്കുന്നത് വരെയും അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നേടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് പോകണം. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ലാക്ക് ഓഫ് സ്റ്റിമുലേ, ലാക്ക് ഓഫ് ലവ് കാരണമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻസ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഈ കുട്ടികൾ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികളാണ്. അവര് എന്താ ചെയ്യണേ എന്ന് നമ്മൾ പറയാനായിട്ട് പറ്റൂല. ടു ഗെറ്റ് എനിത്തിങ് ടു അച്ചീവ് ദെയർ റിസൾട്ട്, അവർ ഏതൊരു മാർഗവും സ്വീകരിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഏതൊരു മാർഗവും. ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ് കേട്ടോ. ഞാനൊരു കാര്യം പറയാം. ചിലപ്പോ വലുതായി കഴിഞ്ഞ് പെട്ടെന്ന് അവർ ആരെങ്കിലും റിജക്ട് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പൊ ലവ് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ പ്രപ്പോസ് ചെയ്തു, റിജക്ട് ചെയ്തു, കുട്ടീനെ റിജക്ട് ചെയ്തു, ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വിചാരിക്കും. പക്ഷെ ഈ പൊസസീവ് ആയിട്ടുള്ള കുട്ടികള് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ പറയാ ചില നശിപ്പിച്ച് എന്ന് വെച്ചാല് ഏത് മുഖേനയോ ഏതൊരു രീതിയിലും അത് നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. എനിക്ക് കിട്ടാത്ത കാര്യം മറ്റാരും നേടിയെടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. ഈ ആസിഡ് അറ്റാക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു കുട്ടികളെ പ്രപ്പോസ് ചെയ്തു, ഇഷ്ടമല്ല എന്ന് പറഞ്ഞു, ആ കുട്ടിയുടെ മുഖത്ത് എന്ത് ചെയ്തു, ആസിഡ് ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ന്യൂസുകളിൽ വായിക്കാറില്ലേ? കേട്ടോ, അത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ആര് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പ്രപ്പോസ് ചെയ്തു, റിജക്ട് ചെയ്തു. ഞാൻ കൂടുതൽ വിത്ത് എക്സാമ്പിൾ പറയുന്നത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റിജക്ട് ചെയ്തു പക്ഷെ അവര് മാരേജ് എന്നുള്ള രീതിയിൽ മൂവ് ആയി. കാരണം അവർക്കത് ഏത് വ്യക്തിനെയും അത് നേടിയെടുക്കണം, ആ ഒരു വ്യക്തിനെ നേടിയെടുക്കണം. അങ്ങനെയൊക്കെ വരുന്നത് ചെറുപ്പത്തിലേ മുതൽ അവരിൽ വരുന്ന എന്ത് വില കൊടുത്തും ഈ
പാരന്റ്സ് കുട്ടികളുടെ ആഗ്രഹങ്ങൾ ഓരോന്ന് സാധിച്ച് കൊടുത്ത് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ചൈൽഡിന് ആരാണ് ഈ വളർത്തിക്കൊണ്ട് വരുന്നത്? ഈ പാരന്റ്സ് ആണ്. പാരന്റ്സ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് പിന്നീട് അവർ എന്ത് ഇഷ്ടപ്പെടുന്നു അതെല്ലാം നേടിക്കൊടുക്കും അല്ലെ. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പാരന്റ്സ് എന്ത് ചെയ്യും? അവർ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും നേടിക്കൊടുക്കുമ്പോൾ അവർക്ക് വലുതായി കഴിയുമ്പോഴും അതേപോലെ തന്നെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. അപ്പോ അവർക്ക് വലുതായി കഴിഞ്ഞ് പിന്നെയും അവർക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും അവർ ഏത് മുഖേനയും ഏത് മാർഗത്തിലൂടെയും നേടിയെടുക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരിക്കും ഈ കുട്ടികളിൽ കാണുന്നത്. നോക്കാം. A strong child is very demanding. ഇങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള വാശിയുള്ള കുട്ടികളായിരിക്കും, ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. The child demand all objects, toys, but even he get them, he discard them. ഇപ്പൊ ഒബ്ജക്ട്സോ ടോയ്സോ വേണം എന്ന് പറഞ്ഞ് അത് വാശിയിൽ അത് നേടിയെടുക്കും. പിന്നെ അത് എന്ത് ചെയ്യും? അവർ ഉപേക്ഷിക്കും, അവർ ഡിസ്കാർഡ് ചെയ്യും. This is one of the lack of stimuli or love. അത് എന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ കുട്ടികൾക്ക് ലാക്ക് ഓഫ് സ്റ്റിമുലൈ, അവർക്ക് ആ ഒരു ഇഷ്ടക്കുറവ് അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് ലവ് കൊണ്ടാണ് ഈ ഒരു ഡീവിയേഷൻ വരുന്നത്. When the child become an adult, he probably materialistic. ഈ ഒരു കുട്ടി വലുതായ ഒരു അഡൾട്ടായി മാറുമ്പോൾ ഇതേ ക്യാരക്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവരിൽ കാണുന്നത്. അവർ എന്ത് മുഖേനയും ഏതൊരു മാർഗത്തിലൂടെയും അവർ വിചാരിച്ച കാര്യം നേടിയെടുക്കും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് ഈ കുട്ടികൾ മാറും. The teacher must be loving and caring. നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളോട് നല്ല ലവിങ് കെയറിങ് ആയിട്ട് തന്നെ പ്രകടിപ്പിക്കണം, പെരുമാറണം. She must provide warmth and dedicate her love to all children. എല്ലാ കുട്ടികളോടും നല്ല സ്നേഹത്തോടു കൂടി നല്ല കെയറോട് കൂടി നമ്മൾ പെരുമാറണം. The teacher must direct the child energy, the materials towards the materials in the class. ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവും, എന്ത് വാശി നേടിയെടുക്കണം എന്നൊക്കെ ഉള്ള കുട്ടികൾ. അതേപോലെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നമ്മളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് വേറെ ആർക്കും കൊടുക്കില്ല, എനിക്ക് തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാശി പിടിക്കുന്ന കുട്ടികളുണ്ടാവും. നമ്മളത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, അത് അവരെ കൊണ്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യിക്കുക, റിപ്പീറ്റ്ലി ചെയ്യിക്കുക, ക്ലാസ് റൂമിൽ മറ്റു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ല, ഈ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. ആ ഒരു അവരുടെ ആ ഒരു എനർജി ഉണ്ടല്ലോ, ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളും ഈ മെറ്റീരിയൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു. മെറ്റീരിയൽസിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ വർക്ക് ചെയ്യിക്കുന്നു, റിപ്പീറ്റ് നമ്മൾ എന്തോ കൊടുക്കുന്നു? വർക്കും കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുന്നു. When the child starts working with materials, കുട്ടി മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവനിൽ നമ്മൾ പറഞ്ഞ നോർമലൈസ്ഡ് ചൈൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫസ്റ്റ് ഹിസ് കോൺസെൻട്രേഷൻ എൻഹാൻസ്, അവന്റെ കോൺസെൻട്രേഷൻ കൂടും. ആൻഡ് ഗ്രാജുവലി ദിസ് ബിൽഡ് ദ ചൈൽഡ് സെൽഫ് കോൺഫിഡൻസ്, അതിലൂടെ കുട്ടി സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് മാറും. ആൻഡ് ഇൻ ടൈം ദിസ് ഡീവിയേഷൻ വിൽ ബി ഡിസപ്പിയർ. അങ്ങനെ ആ കുട്ടിയിലെ ഈ ഡീവിയേഷൻ എന്തായിട്ട് മാറും? ഡിസപ്പിയർ ആയിട്ട് മാറും. ഡീവിയേഷൻ പൂർണ്ണമായിട്ട് മാറി നല്ല നോർമൽ ചൈൽഡ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് ഏറ്റവും കൂടുതലും ഇമിറ്റേറ്റ് ചെയ്യുന്നത് മുതിർന്നവരെ തന്നെയാണ്. അതെന്താണ് മുതിർന്നവരിൽ കാണുന്നത്? ഇതേപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മള് കുട്ടികളോട് ചോദിക്കാണ്, പോലെ ആരെ പോലെ ആകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി പറയാ അച്ഛൻ അല്ലെങ്കിൽ അമ്മയായിരിക്കും അവരുടെ റോൾ മോഡൽ. അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളാണ് ഏറ്റവും അതോറിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. കുട്ടിയുടെ ലൈഫിൽ ഒരു അതോറിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? നമ്മളാണ്. പവർഫുൾ. അവര് കുട്ടി നമ്മളെ പോലെ പവർഫുൾ ആവണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ അവരോട് പെരുമാറുമ്പോഴും മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ എന്താണോ പെരുമാറുന്നത് അത് ഒബ്സർവ് ചെയ്യാനായിട്ട് ആ രണ്ട് കുഞ്ഞി കണ്ണുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. നമ്മളപ്പോ അത് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പെരുമാറാൻ. നമ്മൾ പെട്ടെന്ന് ചൂടാവുന്ന പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളും അതേപോലെ ആയിരിക്കും. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ചൂടാവും. ഭയങ്കര കാമായിട്ട് സമാധാനം അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ അതേപോലെ ആയിരിക്കും കുട്ടികളും. നമ്മൾ കുട്ടികള് നമ്മളിപ്പോ ഇങ്ങനെ വിചാരിക്കും കുട്ടി ഇന്നതുപോലെ ആവണം, കുട്ടി നല്ല പേഷ്യന്റ് ആയിട്ടുള്ള കുട്ടിയായിട്ട് വളർന്നുണ്ടെങ്കിൽ പാരന്റ്സും അതേപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യണം. The child imitates the adult if the adult is very authoritative person in the child life. കുട്ടികൾ ആരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്? മുതിർന്നവരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കുട്ടിയുടെ ലൈഫിൽ സംബന്ധിച്ച് ഏറ്റവും അതോറിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ്? അഡൾട്ട് ആണ്. The child wants to be powerful too. ചൈൽഡിന് ആഗ്രഹം അതേപോലെ പവർഫുൾ ആവണം എന്നാണ്. This child will involve a strong personality.
would most probably be copying the personality of the adult. അപ്പൊ കുട്ടിയുടെ പേഴ്സണാലിറ്റിയിൽ ആരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, അഡൽട്ടിന്റെ പേഴ്സണാലിറ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. കുട്ടി ആഗ്രഹിക്കുന്നത് അവർക്ക് ആരെ പോലെ ആവണമെന്നാണ്, അഡൽട്ടിനെ പോലെ ആവണം, അവരുടെ പാരന്റ്സിനെ പോലെ ആവണം എന്നാണ്. അവർ പാരന്റ്സ് എങ്ങനെയാണ്, സ്റ്റബോൺ ആണ്, നല്ല പിടിവാശക്കാരാണെങ്കിൽ കുട്ടിയും അതേപോലെ ആയിരിക്കും. അഗ്രസീവ് ആണ്, ആക്രമണ സ്വഭാവമുള്ളവരാണെങ്കിൽ അതേപോലെ ആയിരിക്കും. അൺറീസണബിളി ആൻഡ് പോസിബിലിറ്റി ഓഫ് റൂഡ്, നമ്മളിങ്ങനെ റൂഡായിട്ടൊക്കെ പെരുമാറുന്ന പാരന്റ്സ് ആണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും. ഇവിടെ the weak children would make the adult feel guilty and manipulate the adult. ഈ കുട്ടികള് വീക്ക് ചിൽഡ്രൻ ആണ്, അവര് അഡൾട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ നീ കുട്ടിയല്ലേ, നീ അത് ചെയ്യണ്ട എന്ന് എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. വലിയ സീരിയസ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നുന്ന ടാസ്ക് നമ്മൾ എന്ത് ചെയ്യും, നീ ചെയ്യേണ്ടത്, നീ ചെറുതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് അവരോട് പറയുകയാണെങ്കിൽ അവർ അതേ വേർഡ് നമ്മളോട് തിരിച്ചു ചോദിക്കും, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ എങ്ങനെ ചെയ്യാനാ, ഞാൻ എന്നെ കൊണ്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ചൈൽഡ് വെൽഫെയറിൽ കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ നമ്മളോട് തിരിച്ചു പറയും. ഈ കുട്ടികൾ ഭയങ്കര വീക്ക് ചിൽഡ്രൻ ആണ്, എന്തുള്ള ക്യാരക്ടർ ആയിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ manipulate the adult with their thinking and the word like of I am only the little, don't make me to do it. ഞാൻ ചെറുതല്ലേ, എന്നെ കൊണ്ട് എങ്ങനെയാ ചെയ്യിക്കാൻ പറ്റുന്നേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അവര് ഒരു ആക്ടിവിറ്റിയോ ഒരു വർക്കോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ചെറുതല്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നെപ്പോഴും പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും ഈ കുട്ടികൾ കാണുന്നത്. അപ്പൊ ഞാനൊരു കുട്ടീനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാല് ഭയങ്കര എന്താ പറയാ, ഭയങ്കര പോസസീവ്, ഈ ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സ്പെഷ്യൽ ട്യൂഷൻ ആണ്. അപ്പൊ എന്ന് വെച്ചാല് അവൻ ചെറുതല്ലേ, അവന് എന്താ പറയാ, ഞാൻ ചെറുതല്ലേ, എന്നെ കൊണ്ട് പറ്റില്ലേ, എന്ത് കൊടുത്താലും എന്ത് ആക്ടിവിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആദ്യം പറയുന്ന ഡയലോഗാണ് അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മളത് കമ്പൽ ചെയ്ത് അവരെ കൊണ്ട് ആ ആക്ടിവിറ്റി തന്നെ ഫുള്ളായിട്ട്, അവനൊരു പ്രശ്നമില്ല, അത് ചെയ്യാനായിട്ട് മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, അവനത് ചെയ്ത് അവന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവന് പറ്റും, അതിനുള്ള കേപ്പബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവന് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ടൈപ്പ് ഓഫ് വീക്ക് ചിൽഡ്രന്റെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ്. അത് ഭയങ്കര ഒരു എന്താ പറയാ പോസിറ്റീവ്നെസിന്റെ ഭാഗമാണ് കേട്ടോ. ചില സമയത്ത് ഒന്നും പഠിക്കില്ല, അത് അവർക്ക് വീക്ക് ചിൽഡ്രൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട്, അതേപോലെ ഡീവിയേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പാരന്റ്സ് കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഒത്തിരി പോസിറ്റീവ് ആണ്. ആ ഒറ്റ മോനാണ്, എല്ലാ കാര്യങ്ങളും പാരന്റ്സ് പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പോസിറ്റീവ്നെസ് ഒന്നും കൂടി എടുക്കാം. ഞാൻ എന്റെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. സൈൻ ഔട്ട് ചെയ്തോ? Thank you, ma'am. ഓക്കെ, താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ.